അടുത്ത അനുവാദത്തിലേക്ക് നമുക്ക് പോവാം. പാങ്ക്തങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ കൂടിച്ചേർന്നത്, അതിനാണ് പാങ്ക്തം എന്ന് പറയാം. അപ്പോൾ ഇവിടെ അതിഭൂതം, അതിദൈവം, 2 ലോകങ്ങളെക്കുറിച്ച് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണം. എന്നിട്ട് ഇത് എവിടെ അനുഭവപ്പെടുന്നത്, അത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ഇല്ലാതെയാക്കാം, ഇങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇത് ഒരു പുതിയ ഉപാസനാ മാർഗമാണ്. ഇപ്പം നമ്മൾ പല ഉപാസനകൾ ഈ ഒരു ഉപനിഷത്ത് പഠനം തുടങ്ങിയ അന്ന് മുതൽ പല വിധത്തിലുള്ള ഉപാസനകൾ പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. ഇതിലേതെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് പല വിധത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരാധനാ മാർഗം മാത്രമേ ഉള്ളൂ, ഇതാണ് ശരി, ഇതിലപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മളെ ഋഷിമാർക്കില്ല. അവർക്കറിയാം ഈ ലോകത്തിൽ ഓരോ വ്യക്തിയും പ്രത്യേകമാണ്. ആ വ്യക്തിയെ പോലെ അയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക ആരാധനാ വിധിയൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾക്ക് പറ്റാത്തതായിരിക്കും. അങ്ങനെ ചേരാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ആ കൂടി പ്രശ്നമാണ്. ലോകത്തിലൊക്കെ ഇന്ന് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതാണ്. അത് ആ മതത്തിനകത്തുള്ള ആത്മീയമായിട്ടുള്ള തത്വങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അത് വെറും ആചാരങ്ങളിൽ കുടുങ്ങി. ആചാരമാണ് ദൈവം എന്ന് വിചാരിക്കുന്നവർ ഇല്ലെങ്കിൽ, ആചാരങ്ങൾ എന്തിനാണ്? ലക്ഷ്യത്തിലേക്ക് എത്താനാണ്. ആചാര മാർഗങ്ങൾ മാത്രമാണ്, ലക്ഷ്യം വേറെയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചു പോയത് മാർഗം ലക്ഷ്യമായിട്ട് മാറി. അതാണ് ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ അമ്പലത്തിൽ പോകണം, ആരാ വേണ്ടെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണം. പക്ഷെ അമ്പലത്തിൽ പോകുന്നത് ഞാൻ എൻ്റെ അജ്ഞാനം മാറ്റാനായിരിക്കണം. അജ്ഞാനനാശം അല്ലെങ്കിൽ പാപനാശം, ഇങ്ങനെയാണ് പോവുക. അവിടെ ചെന്നിട്ട് നമ്മൾ പിന്നെ ദൈവത്തിന് വഴിപാടും ചെയ്ത് ഇല്ലെങ്കിൽ അത് ചെയ്ത് ദൈവത്തിന് ഇങ്ങനെ ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റരുത്. നമ്മൾ വഴിപാട് ചെയ്യുന്നത് നമ്മളുടെ സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. നമ്മളുടെ അഹങ്കാരത്തിൻ്റെ സമർപ്പണം, അതിൻ്റെ പ്രതീകമായിട്ടാണ് വഴിപാടുകളും ദക്ഷിണയൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പം 10 രൂപ കൊടുത്തു, ദൈവം കുറച്ച് അനുഗ്രഹിച്ചു. ഞാൻ 1000 രൂപ കൊടുത്തു, ദൈവം കൂടുതൽ അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവം മനുഷ്യനെ പോലുള്ള ഒരു ബിസിനസ്മാൻ അല്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലൊക്കെ ഉള്ള ശക്തിയാണ്, ചൈതന്യമാണ്. അതിൽ നിന്നുള്ള അകൽച്ച ഇല്ലാണ്ടാക്കാനുള്ള അവസരമാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നു, ആരാധിക്കുന്നു. അവിടുന്ന് തുടങ്ങണം, എന്നിട്ട് ഉയർന്ന തലങ്ങളിലേക്ക് എത്തണം. ഇതാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വിധി. അപ്പം അടുത്ത പാങ്ക്തത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. പൃഥിവ്യന്തരീക്ഷം ദ്യോർദിശോ വാന്തരദിശാഃ അഗ്നിർവായുരാദിത്യ ചന്ദ്രമാ നക്ഷത്രാണി ആപ ഓഷധയോ വനസ്പതയ ആകാശ ആത്മാ ഇത്യദി ഭൂതം അധാധ്യാത്മം പ്രാണോ വ്യാനോപാനവുദാന സമാനഃ ചക്ഷുശ്രോത്രം മനോവാക്ത്വക് ചർമ്മമാഗം സകം സ്നാവാസ്തി മജ്ജാ ഏതദതിവിധായ ഋഷിരവോചത് പാങ്ക്തം വാ ഇദഗം സർവം പാങ്ക്തേനൈവ പാങ്ക്തകം സ്പൃണോതീതി. പാങ്ക്ത ഉപാസന എന്ന് ചിലർ പറയും ഇതിനെ, ഈ ഒരു ഭാഗത്തിനെ. നമ്മൾ ആദ്യത്തെ ഭാഗമാണ് സംഹിതോപാസന. ഇതൊരു ഉപനിഷത്താണ്. ആദ്യത്തെ ഭാഗം പ്രത്യേകമായിട്ടൊരു ഉപനിഷത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് അതിഭൂതം, ഇത്യതിഭൂതം എന്ന് പറഞ്ഞു. ഈ അതിഭൂതമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അധ്യാത്മമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. 5 ഘടകങ്ങൾ. നമുക്ക് കാണുന്ന ഈ സൃഷ്ടി, എന്നിൽ നിന്ന് പുറത്തുള്ള സൃഷ്ടി, എൻ്റെ അകത്തുള്ള സൃഷ്ടി. ഇതാണ്. അകത്തുള്ളതിനെ നമ്മൾ അധ്യാത്മം എന്ന് പറയുന്നു, പുറത്തുള്ളതിന് അതിഭൂതം എന്ന് പറയുന്നു. ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, ഉണ്ടായത് എന്നാണ്. ഇതിനെ പല ഘടകങ്ങളായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു ഈ ഏതെങ്കിലുമൊക്കെ ഒരു ഘടകം എന്താണ് എന്ന് അന്വേഷിക്കൂ, അതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ ശ്രമിക്കൂ. അപ്പം ഉപാസന ആത്മസാക്ഷാത്കാരം എന്ന തലത്തിലേക്ക് എത്താൻ സഹായിക്കും. ഇവിടെയൊക്കെ നമുക്ക് നോക്കാനുള്ളൊരു കാര്യം, ഇതിലൊരു സ്ഥലത്തു പോലും ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ഈശ്വരോപാസനയെക്കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ കാണുന്ന വസ്തുക്കളാണ്.
ഈ വസ്തുക്കളിലൂടെ വസ്തുവിൻ്റെ ആധാരം എന്താണ് എന്ന് അന്വേഷിക്കുക. ഇപ്പോൾ ഒരു ജ്വല്ലറി പോയിട്ട് നമ്മൾ ആഭരണങ്ങൾ കാണുന്നത് പോലെ വളയും മാലയും മുക്കുത്തിയും കമ്മലും പാദസരം എല്ലാം ഉണ്ട് അവിടെ. കാണുമ്പോൾ എല്ലാം വേറെ വേറെയാണ്. പക്ഷെ ഓരോ ആഭരണം എടുത്ത് ഇതിൻ്റെ ആശ്രയം, അതായത് അത് ഏതൊരു വസ്തുവാണോ ആഭരണമായി മാറിയിരിക്കുന്നത് അതെന്താണ് എന്ന് അന്വേഷിച്ചാൽ അതൊക്കെ സ്വർണ്ണമാണ് എന്ന് മനസ്സിലാവും. സ്വർണ്ണാഭരണത്തിൻ്റെ കടയിൽ പോയി നോക്കുകയാണെങ്കിൽ അപ്പോൾ സ്വർണം സത്യമാണ്, അതപ്പോഴും ഉണ്ട്. സ്വർണം തന്നെയാണ് പലതായിട്ട് കാണുന്നത്. ഇത് മനസ്സിലാക്കിയ ആൾ ഏത് ആഭരണം കയ്യിലെടുത്താലും സ്വർണ്ണേ കാണുള്ളൂ. കൗണ്ടറിൽ പോയി നോക്കിയാലും അറിയാം. നമ്മൾ ഏത് ആഭരണം വാങ്ങുമ്പോഴും നമ്മൾ മാലയോ വളയോ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് പല പേരൊക്കെ ഇട്ടൊക്കെ വാങ്ങിയാലും കൗണ്ടറിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടർ അവിടെ ഇരിക്കുന്ന ആളത് തൂക്കി നോക്കി അയാൾ സ്വർണം മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സൃഷ്ടിയെ നോക്കിയിട്ട് ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നു. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. പാങ്ക്തോപാസന. പാങ്ക്തം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞു അതിഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ 3ആയിട്ട് വിഭജിച്ചു. ലോകപാങ്ക്തം, ദേവതാപാങ്ക്തം, ഭൂതപാങ്ക്തം. ഈ കാര്യങ്ങളാണ് ആദ്യത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പൃഥിവ്യന്തരീക്ഷം ജ്യോതിഷോ വാന്തരദിശാഃ അഗ്നിർവായുരാദിത്യ ചന്ദ്രമാ നക്ഷത്രാണി ആപ ഓഷധയോ വനസ്പതയ ആകാശ ആത്മാ ഇത്യദി ഭൂതം. ഈ ഭാഗം നമുക്ക് നോക്കാം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്ന ലോകത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇവിടെ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമി നമുക്കറിയുന്ന കാര്യമാണ്. അന്തരീക്ഷം, ആകാശം, ദിക്കുകൾ, 4 ദിക്കുകളും അതിൻ്റെ ഇടയ്ക്കുള്ള ദിക്കുകളും, അങ്ങനെ 8 ദിക്കുകൾ. ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ലോകപാങ്ക്തം എന്ന് പറയുന്നു. ഇതിലേതെങ്കിലുമൊക്കെ ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് ഉപാസിച്ചാൽ, ഉപാസിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ രഹസ്യം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് എത്താം. അപ്പം ഭൂമി, അന്തരീക്ഷം, ആകാശം, ദിക്കുകൾ, മഹാദിക്കുകളും അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റ് 4 ദിക്കുകളും എല്ലാം ലോകപാങ്ക്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് അതിഭൂതം എന്ന പാങ്ക്തത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം പിന്നീട് പറയുന്നത് അഗ്നി, വായു, ആദിത്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഇതിന് ദേവതാപാങ്ക്തം എന്നാണ് ഇത്രയും ഭാഗത്തിന് പറയുന്നത്. ഇതെല്ലാം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്ന ഭാഗം. അഗ്നിയെ അറിയാം, വായുവിനെ അറിയാം, ആദിത്യനെ അറിയാം, ചന്ദ്രനെ അറിയാം, നക്ഷത്രങ്ങൾ. ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. അതിഭൂതം എന്ന സൃഷ്ടി, അതായത് എന്നിൽ നിന്ന് പുറത്തുള്ള ലോകത്തിൻ്റെ ഭാഗമാണ്. നക്ഷത്രങ്ങളൊക്കെ ഈശ്വരനായിട്ടും ഇതൊക്കെയായിട്ട് പറഞ്ഞത്. നക്ഷത്രങ്ങളും ദിക്കുകളും സൂര്യനും ചന്ദ്രനും അഗ്നിയും വായുവുമൊക്കെ കാണപ്പെടുന്ന ദൈവങ്ങൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ദേവതാശക്തി, ബ്രഹ്മചൈതന്യമാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത് എന്ന് അറിയുക, ബോധിക്കുക. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ജലം, ഓഷധികൾ, വൃക്ഷങ്ങൾ. ഓഷധി പറഞ്ഞാൽ ചെറിയ ചെറിയ ചെടികളും വലിയ വലിയ വൃക്ഷങ്ങളും, ആകാശം, പിന്നെ ദേഹം, ശരീരം. ഇതിന് ഭൂതപാങ്ക്തം എന്ന് പറയാം. അപ്പം അതിഭൂതത്തിൻ്റെ 3 വശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ ദേഹത്തിനെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരീയ ചൈതന്യം തന്നെയാണ് ദേഹമായിട്ട് പ്രകടമാവുന്നത്. കാരണം ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയണം. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ബ്രഹ്മത്തിലേ ഉള്ളൂ, അത് ബ്രഹ്മം തന്നെ ആയിരിക്കണം. നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ ദേഹം ഈശ്വര ചൈതന്യം തന്നെ പ്രകടമാവുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഈ ജലമായി ഔഷധികൾ, ചെറിയ ചെടികളും വലിയ വൃക്ഷങ്ങളും എല്ലാം ഒന്നിനും വിട്ടിട്ടില്ല. ഭഗവത്ഗീതയിൽ നമ്മൾ വിഭൂതി യോഗം കാണുമ്പോൾ ഇതിലൊക്കെ ഭഗവാൻ ഓരോ സാമ്പിൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പർവ്വതത്തിൽ ഞാൻ ഇന്നതാകുന്നു, നദിയിൽ ഞാൻ ഇന്നതാകുന്നു, സമുദ്രത്തിൽ ഞാൻ ഇന്നതാകുന്നു. ഭഗവാൻ ഓരോ സാമ്പിൾ തന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി എല്ലാം നമുക്ക് ഭഗവാനെ ഉപാസിക്കാൻ പറ്റും. ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള പാതകളാണതൊക്കെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും നമ്മളിൽ നിന്ന് അന്യമായിട്ട് ബാഹ്യമായിട്ടുള്ളൊരു ലോകത്തിനെ പാങ്ക്തങ്ങളായിട്ട് വിവരിച്ചുകൊണ്ട് പറയുന്നു. ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിലൂടെ ബ്രഹ്മത്തെ അറിയാൻ സാധിക്കും. ബ്രഹ്മം തന്നെയാണ് പാങ്ക്തങ്ങളായിട്ട് മാറിയിരിക്കുന്നത്.